ഇന്ന് നമുക്കൊരു കിച്ചൺ ടൂർ ആയാലോ? പ്രത്യേകിച്ച് അങ്ങനെ സംഭവങ്ങളൊന്നുമില്ല, ഒരു സാധാരണ കിച്ചൺ തന്നെയാണ്. നമ്മൾ ഈ വില്ല എടുക്കുന്ന സമയത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡോറ് കാണുന്ന ഭാഗത്താണ് നമുക്ക് കുക്കിംഗ് റേഞ്ചിനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നത്. അതിന് മുകളിലായിട്ട് ഇങ്ങനെ ആ ഒരു കിച്ചൺ വുഡും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമുക്ക് ഈ കാണുന്ന മെയ്ഡ് റൂമിലോട്ട് ആക്സസ് മുറ്റത്തൂടി പോയിട്ട് ചുറ്റി വരണമായിരുന്നു. അപ്പോൾ നമ്മൾ എന്തായാലും മെയ്ഡ് വെക്കാനുള്ള ഉദ്ദേശമൊന്നുമില്ല. പിന്നെ നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ റൂമുകളൊന്നും ഇല്ലാത്തത് കാരണം ഈസി ആയിട്ട് ഒരു വാഷ്റൂമിൽ ആക്സസ് കിട്ടിക്കഴിഞ്ഞാൽ നല്ലതുമായിരുന്നു. അത് കാരണം നമ്മളിവിടെ ഒരു ഡോർ ആക്കി കൊടുത്തതാണ്. ഇവിടെ ഡോർ വന്നത് കാരണം കുക്കിംഗ് റേഞ്ചിനെ മാറ്റിയിട്ട് നമ്മളിപ്പോൾ ഈ ഒരു കബേർഡ് ഇരിക്കുന്ന ഭാഗത്താണ് വെച്ചിട്ടുണ്ടായിരുന്നത്. ശരിക്കും ഇത് നമ്മുടെ ബുട്ടിക്ക് ഉണ്ടായിരുന്ന സമയത്ത് അവിടെ കൗണ്ടറായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. ഇപ്പോഴും ഇതിൽ മൊത്തം അൽക്കുലത്തെ സാധനങ്ങൾ തന്നെയാണ്. ഇവിടേക്ക് മാറുന്ന സമയത്ത് പല റൂമുകളിലായിട്ട് ഇങ്ങനെ മാറി മാറി ഇരുന്നിരുന്ന അവസാനം ഇവിടെ ഇപ്പോൾ നമ്മൾ വർക്ക് ഏരിയ പണിതപ്പോഴത്തേക്കാണ് ഇദ്ദേഹത്തിന് ഇവിടെ ഒരു സ്ഥലം കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴും ഈ കബേർഡിനകത്ത് കിച്ചണിലേക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊന്നും തന്നെയില്ല. എൻ്റെ കുറച്ച് ആക്സസറീസും അലക്കുലത്ത് സാധനങ്ങളും ഒക്കെ തന്നെയാണ് ഇതിൽ ഇപ്പോഴും ഉള്ളത്. സത്യത്തിൽ ഞാനൊരു കിച്ചൺ ടൂർ അല്ല ഇന്നിടാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഈ ഒരു വർക്ക് ഏരിയ പണിയുന്ന സമയത്ത് തന്നെ ഞാനൊരു ഷോർട്ട് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മൾ ആ ഒരു വർക്ക് ഏരിയ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കോസ്റ്റ്യൂം ചെയ്തിരിക്കുന്നതും ഒക്കെ ഒന്ന് ഇടാൻ വേണ്ടിയിട്ടായിരുന്നു എൻ്റെ ഒരു പ്ലാന്. അപ്പോൾ അതിന് വേണ്ടി വീഡിയോ എടുക്കാൻ വന്നപ്പോഴത്തേക്കാണ് ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നൊരു കിച്ചൺ ടൂറും കൂടി അങ്ങനെ എടുത്തത്. ഇതാണ് നമ്മൾ അഡീഷണൽ ആയിട്ട് പണിത വർക്ക് ഏരിയ പണിതതിന് ശേഷം ഒരു ഗുണം ഉണ്ടായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എനിക്ക് കുറെ സാധനങ്ങളൊക്കെ അങ്ങോട്ട് സ്പ്ലിറ്റ് ആയി പോയപ്പോൾ ഇവിടെ കുറച്ച് നോക്കിക്കാൻ എനിക്ക് കുറെ സാധനങ്ങൾ ഇങ്ങനെ നിരന്നൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോഴത്തെ എന്റെ കിച്ചന്റെ അവസ്ഥ ഇതാണ്. എപ്പോഴും ഇങ്ങനൊന്നുമല്ല ഇരിക്കുന്നത്. ഞാൻ കുക്ക് ചെയ്യാൻ കയറുമ്പോൾ ഇവിടെ ആകെ ബസ്സാവും. ഇന്നിപ്പം കുക്കിംഗ് ഒന്നും ഇല്ല, അതുകൊണ്ട് നല്ല ഡീസെന്റ് ആയിട്ട് ഇരിക്കുന്ന ദിവസമാണ്. പിന്നെ ഇവിടെയാണ് ഞാൻ എന്റെ സ്റ്റൗ വെച്ചിരിക്കുന്നത്, മിക്സി ഇവിടെയാണ് വെച്ചിരിക്കുന്നത്. പിന്നെ ഇവിടെ ഒരു കെറ്റില്, രാവിലെ വന്ന് ചായകൾ കാര്യങ്ങളൊക്കെ. പിന്നെ മാക്സിമം പറ്റുന്നിടത്തോളം ഞാൻ കിച്ചണില് ഗ്ലാസ് ബോട്ടിലുകളാണ് വെക്കാറുള്ളത്. അപ്പം കുറച്ച് ഗ്ലാസ് ജാറുകളൊക്കെ ഇവിടെ ഇങ്ങനെ ഒരു ഭംഗിക്ക് വെച്ചിരിക്കുന്ന പോലെ പുറത്ത് വെച്ചിരിക്കുന്നൊന്നുമല്ല. അകത്ത് വെച്ച് എടുക്കുമ്പോഴേക്കും വിക്കറഞ്ഞായിട്ട് പൊട്ടിക്കും. അത് കാരണം ഞാൻ ഇതിങ്ങനെ പുറത്ത് വെച്ചിരിക്കുന്നതാണ്. വന്ന സമയത്ത് ആക്ച്വലി എനിക്ക് കുറെ മിസ്റ്റേക്ക് പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരുടെയും കിച്ചൺ കാണുമ്പോൾ ഇങ്ങനെ കുറെ ചില്ലൊക്കെ ഒരുപോലെ നിരത്തി വെച്ച് നല്ല ഭംഗി വെക്കുമല്ലോ, അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ വില്ലകളൊക്കെ ആകുമ്പോൾ എപ്പോഴും ഇങ്ങനെ പൊടിയടിച്ച് നമ്മൾ തുടച്ച് പെരുവാകും. പിന്നെ ഞാൻ കൂടുതൽ സമയം മുറ്റത്തായതുകൊണ്ട് എപ്പോഴും ഈ തുടക്കലൊന്നും നടക്കലുമില്ല. അത് കാരണം പിന്നെ ഞാൻ ഇതൊക്കെ ഒന്ന് അകത്തോട്ട് മാറ്റി കുറച്ച് ഇപ്പൊ ഇത്ര സാധനങ്ങളേ ഉള്ളൂ. അങ്ങനെ ഒരു അവസ്ഥയിലാണ് എത്തിയിട്ടുള്ളത്. മാക്സിമം നമ്മളെ ഇതിന്റെ ഉള്ളിലൊക്കെ നോക്കുകയാണെങ്കിൽ മൊത്തം ഞാൻ കാശ് കൊടുത്ത് മേടിച്ച ബോട്ടിലുകളൊന്നും അല്ല. മിക്കവാറും ഒക്കെ നമ്മൾ സാധനങ്ങൾ മേടിക്കുമ്പോൾ ഫ്രീ കിട്ടുന്നത് തന്നെയാണ്. എന്നാലും ഗ്ലാസ് ജാറുകൾ തന്നെയാണ് ഒട്ടുമിക്ക സാധനങ്ങൾ ഇടാനും ഞാൻ മാക്സിമം ട്രൈ ചെയ്യാറുള്ളത്. എല്ലാത്തിനും പറ്റില്ല, എന്നാലും പറ്റുന്ന പോലൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ് ഞാൻ ട്രൈ ചെയ്യാറുള്ളത്. പിന്നെ ഇതൊരു നമ്മുടെ വൈന് വെക്കുന്ന ഒരു റാക്കാണ്. പക്ഷെ തൽക്കാലം ഞാൻ എൻ്റെ കുടിവെള്ളമാണ് ഇതിനകത്തുള്ളത്, അതൊക്കെ തന്നെയാണ് ഇവിടുത്തെ റാക്കിൽ വെക്കുക. പിന്നെ ഫ്രൂട്ട്സും മുട്ടയൊക്കെ വെക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു റാക്ക് ഉണ്ട്. പിന്നെ ഇവിടോട്ട് വരുമ്പോഴത്തേക്ക് ഇവിടെ ഒരു എയർ ഫ്രയർ, ഇത് ആക്ച്വലി നമ്മുടെ ഒരു കസിൻ ഗിഫ്റ്റ് തന്നതാണ്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ ഈ വർക്ക് ഏരിയ പണിത് കഴിഞ്ഞപ്പോൾ കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഇവിടെ. അതുപോലെ തന്നെ അപ്പോൾ ഞങ്ങൾ രണ്ടാമത് ഇതിന് കുറച്ച് ഹൈറ്റ് ഒക്കെ കുറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ തൽക്കാലം തട്ടിക്കൂട്ടലായിട്ട് ഇതിൻ്റെ ഒന്ന് ഹൈറ്റ് കൂട്ടിയേക്കാണ്. അത് കാരണം ഒത്തിരി വെയിറ്റ് ഒന്നും ഇതിന്റെ ഉള്ളിൽ വെക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ വളരെ കുറച്ച് സാധനങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്, ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. അത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇനി സമ്മർ ആകുമ്പോൾ ഇവിടെ എത്രത്തോളം ചൂടുണ്ടെന്നൊന്നും അറിയത്തില്ല. പിന്നെ അതുപോലെ തന്നെ ഇവിടെയും ഒക്കെ കുറച്ച് അതും ഇത് സാധനങ്ങളൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ ഈ ചെറുതായിട്ടൊരു കുട്ടപ്രാന്തുള്ള കൂട്ടത്തിലായിരുന്നു. കുട്ടകൾ എപ്പോൾ കണ്ടാലും വാങ്ങിക്കുമായിരുന്നു. ഇപ്പൊ കുറച്ച് വാങ്ങിക്കൽ കുറച്ചിട്ടുണ്ട്. ഇപ്പം ആ കുട്ടകൾ വാങ്ങി കൂട്ടിയതൊക്കെ പിന്നെ മുട്ട വെക്കൽ, ഇത് ബ്രെഡ് വെക്കൽ, പിന്നെ അവിടെയൊക്കെ ആണെങ്കിൽ ഉള്ളി വെക്കൽ, ഇങ്ങനെയൊക്കെയാണ്. കുട്ടകളാണ് ഒട്ടുമിക്കതും നിരത്തിയിരിക്കുന്നത്. മാക്സിമം കിച്ചണിൽ ഞാൻ പ്ലാസ്റ്റിക് ഒഴിവാക്കാറുണ്ട്. പറ്റുന്ന പോലൊക്കെ ട്രൈ ചെയ്യാറുണ്ട്. എന്നാലും നമ്മൾ അരിയിടുന്ന പാത്രങ്ങൾ അങ്ങനെയുള്ളതൊക്കെ അതൊക്കെ അവിടെയാണ് വെച്ചിരിക്കുന്നത്. അതൊക്കെ പ്ലാസ്റ്റിക് തന്നെയാണ്. ബാക്കിയൊക്കെ അല്ലാണ്ട് ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്രയൊക്കെയാണ് കിച്ചന്റെ വിശേഷം. ബേസിക്കലി അപ്പൊ എന്റെ അടുത്ത വീഡിയോ വരാൻ പോകുന്നത് നമ്മൾ ഈ ഒരു വർക്ക് ഏരിയ പണിതതിന്റെ കോസ്റ്റും എങ്ങനെയാണ് പണിതത് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് അടുത്ത വീഡിയോ വരുന്നത്. അതിന് മുന്നേ ആയിട്ടൊരു കുഞ്ഞു വീഡിയോ ഇടാന്ന് വെച്ചാൽ ഞാൻ ഇത്രയും കൂടെ എടുത്തുന്നുള്ളൂ. ഇന്ന് എനിക്ക് വലിയ പണിയൊന്നുമില്ല. ഇന്ന് പുറത്ത് ഗാർഡനിങ്ങിനൊന്നും അധികം ഇറങ്ങിയിട്ടില്ല. ശരിക്കും ചെടികളൊക്കെ കരിഞ്ഞു തുടങ്ങി. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യമാണെങ്കിൽ മത്സരിച്ച് പന്തലിടലൊക്കെയാണ്. ഇപ്പം പിന്നെ ഇവിടുത്തെ അവസ്ഥയൊക്കെ അറിയാമല്ലോ, യുദ്ധം ഇത് ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് പന്തലൊക്കെ തൽക്കാലം ക്യാൻസൽ തന്നെയാണ്. എന്നാൽ പിന്നെ കിച്ചൺ ടൂർ കാര്യങ്ങൾ അകത്തുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇന്ന് ഫുള്ളൊരു ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ട് ഇച്ചിരി ഭംഗിയായിട്ട് കിടക്കാറ്. എന്നാൽ പിന്നെ അതെടുക്കാമെന്ന് വിചാരിച്ചു. അത്രേ ഉള്ളൂ. അപ്പൊ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയും എല്ലാവർക്കും ബൈ ബൈ.